പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി ഞാൻ വീണ്ടും നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ വിശ്വസ്തനായ ദൈവത്തെ ഒരിക്കൽ കൂടെ ഈ പ്രഭാതത്തിൽ ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം ഒരുക്കിയ നല്ല അവസരം ഓർത്തോ ഞാൻ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള വന്ദനം ഈ സമയത്ത് അറിയിക്കും. ഈ പ്രഭാതത്തിലെ ധ്യാനത്തിനായിട്ട് 116 സങ്കീർത്തനം അതിൻ്റെ 16 വാക്യം ഞാൻ വായിക്കുകയാണ്. യഹോവേ, ഞാൻ നിന്റെ ദാസനാകുന്നു, നിന്റെ ദാസനും നിന്റെ ദാസിയുടെ മകനും തന്നെ നീ എൻ്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ പകൽക്കാലം നാം ചിന്തിക്കുന്ന വിഷയം നമ്മുടെ ദൈവം ആരാണ്? സ്തോത്രം. നമ്മുടെ ബന്ധനങ്ങളെ അഴിക്കുന്ന ദൈവം. സ്തോത്രം. സ്വാതന്ത്ര്യം എപ്പോഴും നാം എല്ലാവരും ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. ജീവിതത്തിൽ ഒരിക്കലും ബന്ധനാവസ്ഥയിൽ കിടക്കുവാൻ നാം ആഗ്രഹിക്കുന്നവരല്ല. സ്തോത്രം. ഏത് സാഹചര്യത്തിലായിരുന്നാലും ബന്ധിക്കപ്പെട്ട് കിടക്കുക, അർത്ഥാൽ ഒരു മുറിയിൽ തന്നെ അടച്ച് കിടക്കുക എന്ന് പറയുന്നത് നമുക്കൊക്കെ പ്രയാസകരമായ ഒരു കാര്യമാണ്. സ്തോത്രം. എന്നാൽ ആത്മീക മണ്ഡലങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്ന ഒരു സത്യം, ദൈവം നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ പിശാച് നമ്മെ ബന്ധിച്ച് ഒരിടത്ത് ഇരുത്തുവാൻ ശ്രമിക്കുന്നവനാണ് പിശാച്. അത് അറിയാവുന്നവനായ ദൈവം തൻ്റെ ദാസനായ ദാവീദ് സങ്കീർത്തനക്കാരനെ കൂടെ വിളിച്ചു പറയുകയാണ്, എൻ്റെ ബന്ധനങ്ങളെ അഴിക്കുന്ന ദൈവം. സ്തോത്രം. ശത്രു നമ്മെ ബന്ധിച്ചിടുവാൻ ശ്രമിക്കുമ്പോൾ ആത്മീക മണ്ഡലങ്ങളിലും ഭൗമിക മണ്ഡലങ്ങളിലും ശാരീരിക മണ്ഡലങ്ങളിലും ഒക്കെ പിശാച് നമ്മെ ബന്ധിച്ച് ഇടുവാൻ ശ്രമിക്കുമ്പോൾ ആ ബന്ധനങ്ങളിൽ നിന്നും നമ്മെ വിടുവിക്കുന്നവനാണ് ദൈവം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഈ വചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല വിഷയത്തിന്മേൽ പല കാര്യങ്ങളിൽ നിങ്ങൾ ബന്ധിക്കപ്പെട്ടവരായിരിക്കാം. ഉദാഹരണത്തിന്, നിങ്ങളുടെ ശരീരത്തിനകത്ത് ചില രോഗങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ രോഗത്താൽ ബന്ധിക്കപ്പെട്ടവരാണ്. നിങ്ങളുടെ മനസ്സിന് ചില ഭാരങ്ങൾ ഉണ്ടെങ്കിൽ മാനസികമായി നിങ്ങൾ ബന്ധിക്കപ്പെട്ടവരാണ്. സ്തോത്രം. അങ്ങനെ പല നിലയിൽ കൂടെയാണ് പിശാച് നമ്മെ ബന്ധിക്കുവാൻ ശ്രമിക്കുന്നത്. എല്ലാ ബന്ധനങ്ങളെക്കാട്ടിലും ഏറ്റവും അധികമായി പിശാച് നമ്മെ ബന്ധിക്കുന്നത് നമ്മുടെ മനസ്സിനെയാണ്. എന്താണ്? നമുക്ക് ധൈര്യത്തെ നമ്മൾ ബന്ധിച്ച് കളയുന്ന ഒരു അനുഭവം. അതുകൊണ്ടാണ് ദൈവജനത്തിൽ പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ആദ്യം നമ്മുടെ മനസ്സിന് വേണ്ടത് നമ്മുടെ ധൈര്യമാണ്. ദൈവത്തിന്റെ സ്തോത്രം. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിനെ ബന്ധിച്ച് നമുക്ക് മുൻപോട്ട് പോകുവാൻ കഴിയാതെ നമ്മുടെ കണ്ണുകളെ അന്ധതയിലേക്ക് കൊണ്ടുവന്ന് ഇരുട്ടിനെ നമ്മുടെ മുൻപിൽ മൂടി നമുക്ക് മുൻപോട്ട് യാത്ര ചെയ്യുവാൻ കഴിയാതെ നമ്മുടെ മുൻപിലുള്ള വെളിച്ചത്തെ ഇരുട്ടാക്കി തീർത്ത് നമ്മെ തകർത്ത് കളയുവാൻ ശ്രമിക്കുന്ന സകല ദൂട്ടന്റെ പദ്ധതികളും നമ്മെ വിടുവിക്കുന്നവനാണ് ദൈവം. ദൈവത്തിന്റെ സ്തോത്രം. പത്രോസ് കാരാഗ്രഹത്തിൽ കിടന്നു. എന്നാൽ ഉള്ളിൽ വെളിച്ചമുണ്ടായിരുന്ന പത്രോസ് കാരാഗ്രഹത്തിന്റെ ബന്ധനാവസ്ഥയിൽ കിടക്കുമ്പോഴും അവൻ ദൈവത്തെ സ്തുതിക്കുവാനിടയായി. പൗലോസ്, ശീലാസ് ഇവരൊക്കെ ബന്ധനാവസ്ഥയിൽ കിടന്നപ്പോൾ അവരുടെ ഉള്ളിലുണ്ടായിരുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കൊണ്ട് അവർ ദൈവത്തെ ആരാധിച്ചപ്പോൾ അവരുടെ ബന്ധനങ്ങളെ ദൈവം അഴിക്കുവാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഉള്ളിൽ ഒരു ദൈവിക പ്രകാശമുണ്ടോ? നിങ്ങളുടെ ഉള്ളിൽ ഒരു ദൈവത്തിലുള്ള ഒരു വിശ്വാസമുണ്ടോ? ശത്രു നിങ്ങളെ ബന്ധിക്കുന്ന എല്ലാ ബന്ധനങ്ങളും ദൈവം നിങ്ങളെ വിടുവിക്കാൻ പോകുക. വിശ്വാസമുണ്ടോ? ഇന്ന് പകൽക്കാലം നിങ്ങൾ വിശ്വസിക്കുക. രോഗബന്ധനങ്ങളും നിങ്ങളെ വിടുവിക്കുന്ന ദൈവം, പാപബന്ധനത്തിൽ നിന്നും നിന്നെ വിടുവിക്കുന്ന ദൈവം. പാപബന്ധനത്തിൽ കിടക്കുന്നവൻ ഒരിക്കലും സത്യം മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. അന്ധകാരത്തിന്റെ അനുഭവത്തിൽ കിടക്കുന്നു. എന്നാൽ എഫേസ്യ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കണം തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യർ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നാം ഒരിക്കലും അന്ധകാരത്തിൽ കിടക്കുവാനല്ല ദൈവം നമ്മെ ആഗ്രഹിക്കുന്നത്. അന്ധകാരത്തിൽ നിന്നും ബന്ധനങ്ങളെ അടിച്ച് നമ്മെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവം. ആകയാൽ ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളുടെ ചില ബന്ധനങ്ങൾ അടിക്കാൻ പോകുക. നിങ്ങളുടെ രോഗബന്ധനം, പാപബന്ധനം, മനസ്സിന്റെ വിഷമകരമായി പിശാച് നിങ്ങളെ ചില വിഷയങ്ങൾ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവന്നിട്ട് നിങ്ങളെ ബന്ധിച്ച് വെച്ചിരിക്കുന്ന ബന്ധനങ്ങളെ അതെ ഇന്ന് പകൽക്കാലം ദൈവം അടിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുക, ധൈര്യത്തോടെ മുൻപോട്ട് പോകുക. ദൈവം ആരാണ്? നിങ്ങളുടെ ബന്ധനങ്ങളെ അഴിക്കുന്ന ദൈവം. ഈ ദൈവത്തിൽ വിശ്വസിക്കുക, സന്തോഷത്തോടെ ഒരു നല്ല വിശ്വാസ ജീവിതം ഇന്ന് പകൽക്കാലം സ്വാതന്ത്ര്യമായ ഒരു വിശ്വാസ ജീവിതം നയിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഓർപ്പിക്കുന്നു. എല്ലാവിധമായ പ്രാർത്ഥനയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി കഴിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്നെ അറിയിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ വിടുവിക്കും. നിങ്ങളുടെ ബന്ധനങ്ങളെ ദൈവം അഴിക്കും. വിശ്വസിക്കുക, ദൈവസന്നിധിയിൽ മുൻപോട്ട് പോകുക. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ എല്ലാവരെയും ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.